ഗട്ട് ഹെൽത്ത് എന്നുള്ളത് സെക്കൻഡ് ബ്രെയിൻ ഓഫ് ദ ബോഡിയാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ രണ്ടാമത്തെ തലച്ചോറ് എന്നുള്ളത് നമ്മളുടെ ഗട്ട് ഹെൽത്ത് ആണ്. ഗട്ട് ഹെൽത്ത് എന്നുള്ളത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ബേസിക്കലി നമ്മളുടെ ദഹന പ്രക്രിയ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് ഗട്ട് ഹെൽത്ത്. ഗട്ട് ഹെൽത്ത് ഈസ് റിലേറ്റഡ് ടു എവറിത്തിങ് വാട്ട് എവർ യു സീ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ. ഞാൻ പറയുന്നത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഗട്ട് ഹെൽത്ത് കണക്റ്റഡ് ആണ്. ഇപ്പോൾ മൈഗ്രെയിൻ വരുമ്പോൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് ഗട്ട് ഹെൽത്താണ്. സോറിയാസിസ് വരുമ്പോൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ഗട്ട് ഹെൽത്താണ്. മൈഗ്രെയിൻ എന്താ സംഭവിക്കുന്നത്? തലവേദനയാണ്, നമ്മൾ കുറച്ച് ഓയിൽമെൻറ്റും വിക്സും മറ്റതൊക്കെ തലയിൽ തേക്കും. പക്ഷെ മൈഗ്രെയിൻ അത് തേച്ച് മാറി ആരെങ്കിലും നിങ്ങൾക്കറിയോ? മൈഗ്രെയിൻ വീണ്ടും വീണ്ടും വരികയാണ്. എന്നിട്ട് മൈഗ്രെയിൻ പോകുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ആ വേദന, ആ ഒരു പീരീഡ് ഓഫ് അറ്റാക്ക് പോകുന്നത് ഒരു ഛർദ്ദിക്കുമ്പോഴാണ് മൈഗ്രെയിനുള്ള വേദന പോകുന്നത്. സോറിയാസിസും അങ്ങനെ തന്നെയാണ്. സോറിയാസിസ് ഉള്ളവർക്ക് എല്ലാവർക്കും എപ്പോഴാണ് ചൊറിച്ചിൽ കുറയുന്നത്? അവരുടെ ആരെങ്കിലും പോയി കണ്ട് വയറൊന്ന് ഇളക്കി കളയുമ്പോൾ അവരുടെ ചൊറിച്ചിൽ കുറയും. സോ ഈ സ്കിൻ ഇഷ്യൂവും ഈ പറയുന്ന മൈഗ്രെയിനും ഈ പറയുന്ന നോർമലി നമ്മളുടെ മുമ്പിൽ കാണുന്ന 90% നോർമൽ ലൈഫ് സ്റ്റൈൽ ഹെൽത്ത് ഇഷ്യൂസും ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു യുവർ ഗട്ട്. അത് ആൾക്കാർക്ക് അത് പരിഹരിക്കുമ്പോൾ അവരുടെ മുഖത്ത് വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഗട്ട് ഹെൽത്തും നിങ്ങളുടെ സ്കിന്നും കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ഗട്ട് ഹെൽത്തും നിങ്ങളുടെ തോട്ടും കണക്റ്റഡ് ആണ്. സ്ട്രെസ്സും ഗട്ട് ഹെൽത്തും കണക്റ്റഡ് ആണ്. സോ എവറിത്തിങ് ഈസ് കണക്റ്റഡ് ടു ഗട്ട് ഹെൽത്ത്. ഗട്ട് ഹെൽത്ത് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും അതിൻ്റെ ഒരു ബാലൻസിങ്ങും അങ്ങനെ ഒരു മാജിക്കൽ സ്പേസ് ആണ്. ഗട്ട് ഹെൽത്ത് ക്ലിയർ ആകുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് 10 ഇരട്ടി ഇമ്പ്രൂവ് ആവും. അത് ഈ പറയുന്ന വേറൊരു ഏരിയ ആണ്. നമ്മൾക്ക് സ്ട്രെസ് ഉള്ളവർ അല്ലെങ്കിൽ ആൻസൈറ്റി ഉള്ളവർ, ഡിപ്രഷൻ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സിനാരിയോ എന്താണ്? അവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ സംസാരിച്ചാൽ അവർക്ക് കോൺസ്റ്റിപ്പേഷനാണ്. കോൺസ്റ്റിപ്പേഷനും ഈ പറയുന്ന മെൻ്റൽ ഹെൽത്ത് തമ്മിൽ കണക്റ്റഡ് ആണ്. ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്ലീപ്പും ഗട്ട് ഹെൽത്തും തമ്മിൽ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് വേണ്ടാത്തൊരു ഭക്ഷണം കഴിക്കുന്ന ദിവസം നിങ്ങളുടെ ഉറക്കം പ്രോപ്പർ ആവണം എന്നില്ല. ശരിയാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല, ഇത് ക്വാളിറ്റി ഓഫ് ലൈഫിനെ നിങ്ങളെ ഫേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ടു യുവർ ഗട്ട് ഹെൽത്ത്. നിങ്ങളുടെ സ്ട്രെസ് കൂടുന്നു, ഗട്ട് ഹെൽത്ത് കറക്റ്റ് ചെയ്യണം. നിങ്ങളുടെ ഉറക്കം മര്യാദയ്ക്കാവുന്നില്ല, ഗട്ട് ഹെൽത്ത് ഈസ് വൺ ഓഫ് ദ റീസൺ. എന്ത് കാര്യങ്ങളിലും ഗട്ട് ഹെൽത്ത് ഈസ് കണക്റ്റഡ്. അപ്പോൾ ഈ ഒരു ബെറ്റർ ഗട്ട് ഹെൽത്തിന് വേണ്ടി ഭക്ഷണം നന്നായി കഴിക്കുക എന്നുള്ളതാണോ? നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണോ? നല്ല ഭക്ഷണം എന്നുള്ളത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാലൻസ്ഡ് ആവുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്ലേറ്റിന് ഒരു കൃത്യമായ ബാലൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫൈബറും നല്ല ഫാറ്റും കൂടി നിങ്ങൾക്ക് കൃത്യമായ ബാലൻസ് നിങ്ങളുടെ പ്ലേറ്റിൽ ഉണ്ടാക്കാൻ സാധിച്ചാലാണ് ഏറ്റവും നല്ല ഗട്ട് ഹെൽത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളുടെയൊക്കെ മലയാളിയുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് നമ്മളുടെ ഗട്ട് ഹെൽത്ത് വളരെ വീക്കാവുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റിനോട് അല്ലാത്ത പ്രേമാണ്, അല്ലേ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ചിലും ഡിന്നറിലും ഒക്കെ കാർബോഹൈഡ്രേറ്റ് വേണം. കാർബോഹൈഡ്രേറ്റ് വേണ്ട എന്നല്ല, ഞാൻ ഒരു കാർബോഹൈഡ്രേറ്റ് വിരോധിയൊന്നുമില്ല. പക്ഷേ കാർബോഹൈഡ്രേറ്റ് ഒരു പോർഷനിൽ വെക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ ആ പ്ലേറ്റിലുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്താനുള്ള ഒരു സെൻസ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അത് ഇപ്പോൾ നിങ്ങൾ രാവിലെ ഇഡലി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീൻ ഉണ്ടായി എന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പ് വരുത്തണം. ആ ഒരു ബാലൻസിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ബാലൻസ് ആണ് ഗട്ട് ഹെൽത്തിൻ്റെ ബേസ്. ആ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് സൂപ്പറായിരിക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, മാജിക്കൽ ചേഞ്ച് ആയിരിക്കും. പക്ഷെ ആ ബാലൻസ് ഉണ്ടാവണം. വേണ്ടാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റണം. വൈറ്റ് ഷുഗർ നമുക്ക് എല്ലാവർക്കും അറിയാം, വൈറ്റ് പോയിസൺ ആണ്, എത്രയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വൈറ്റ് ഷുഗർ എടുത്ത് മാറ്റുമ്പോൾ തന്നെ ഗട്ട് ഹെൽത്തിൽ ഏറ്റവും നല്ല ചേഞ്ചുകൾ കാണാൻ പറ്റുന്ന ഒരു തീരുമാനമാണ് ഈ വൈറ്റ് ഷുഗർ. അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലാണ് ചേഞ്ച് വരുന്നത്.